ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ ഇത്രയും ഒരു ഞാൻ നാട്ടിലിപ്പോ പെരുന്നാൾ ഉത്സവത്തിനൊക്കെ പോകുന്ന പോലെയാണ് അരമണിക്കൂർ ഇവിടെ വന്ന് ഇരുന്നപ്പോ തന്നെ ഭയങ്കര ഗൂസ് ബംസും പരിപാടിയും. അതാണ് നമ്മുടെ യുവക്കാരുടെ സ്നേഹം. അതെ, ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വലിയ കൈഡി കൊടുക്കാം. Can we have Sean Joy next? Sean, come. ഷോൺ, എന്താണ് തോന്നുന്നത്? ആദ്യമായിട്ടാണോ ദുബായില് അല്ലെങ്കിൽ യു എയിൽ ആദ്യമായിട്ടാണോ? ഓക്കെ, സോ എങ്ങനെയുണ്ടായിരുന്നു ലൈക്ക് എക്സ്പീരിയൻസ് ഈ സിനിമയിൽ അഭിനയിച്ചതൊക്കെ? താങ്ക് യു ഷാർജ ടു ഇൻവൈറ്റ് മീ ഹിയർ. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് നെർവസ് കൂടിയാണ്. ഇത്രയധികം ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. നെർവസ് ആയിരിക്കുന്നവർക്ക് നല്ല കൈഡി കിട്ടി കഴിഞ്ഞാൽ ആ നെർവസ് മാറും എന്നുള്ളതാണ്. ഒരു വലിയ കൈഡി കൊടുക്കാം. ഇപ്പൊ മാറിയോ? കുറച്ച് മാറി. ഈ പടത്തിൽ കിരൺ എന്ന ക്യാരക്ടറാണ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. പടത്തിലും കുറച്ച് നെർവസ് ആണോ? അത് ക്യാരക്ടറാ. ശരി, ഷാർജക്കാരുടെ സ്നേഹം എങ്ങനെയുണ്ട് ശിവ? ഞാൻ പാലക്കാടാണ് സ്ഥലം. അപ്പോ ഇന്ന് അവിടെ വേലയും ഇതൊക്കെ എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ്. അപ്പൊ കാർത്തി പറഞ്ഞ പോലെ ഇവിടെ ഈ ചെണ്ട മാത്രം പോരല്ലോ, നാട്ടിലെത്തിയ പ്രതീതി വരാൻ ഇത്രയും അധികം മലയാളികൾ ഒന്നിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷം. അല്ലെങ്കിലും എന്നും ഗൾഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് സെക്കൻഡ് വീട് എന്ന് പറയുന്നത് ഗൾഫ് തന്നെയാണല്ലോ. അപ്പോ ഗൾഫിൽ നിന്ന് എന്ത് കിട്ടിയാലും ഭയങ്കര സന്തോഷമാണ്. പണ്ട് ചോക്ലേറ്റ് ആണെങ്കിലും കുപ്പിയാണെങ്കിലും, അല്ല ഞാൻ ഉദ്ദേശിച്ച സ്പ്രേന്റെ കുപ്പിയാട്ടാ. ഇപ്രാവശ്യം അതൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ജിംഖാനയ്ക്ക് തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഗൾഫിൽ നിന്ന് ഇത്രയധികം സ്വീകരണം തന്നതിന് ഒരുപാട് നന്ദി. ശിവ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. താങ്ക് യു. ഫ്രാങ്കോ, സത്യം പറഞ്ഞാൽ ഫ്രാങ്കോയുടെ മറ്റേ അല്ലെ ഈ പോസ്റ്ററിലെ ലുക്ക് കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ പകുതിയിൽ കൂടുതൽ ആൾക്കാർ വന്നിരുന്നത്. എവിടെ പോയി ആ ഹെയർ സ്റ്റൈൽ, ആ മുടിയോടെ പോയി? ഓക്കെ, സോ ഫ്രാങ്കോ പറയൂ, സിനിമ അഭിനയിച്ചതിന്റെ എക്സ്പീരിയൻസ്. നല്ല ഇടി കൊണ്ടുണ്ടാക്കിയതാണ് അത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല അഭിപ്രായം കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഞങ്ങളുടെ പടത്തിന്. അപ്പോ ഇവിടെ വന്നപ്പോ സമയത്ത് പറഞ്ഞു ഇതൊരു മിനി കേരള എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. പിന്നെ എല്ലാവരും പടം കാണാന്നുള്ളതാണ്. പടം കണ്ട് ഞങ്ങൾക്ക് ഒരു വലിയൊരു വിജയം ഉണ്ടാക്കി തരാം എന്നുള്ളതാണ്. താങ്ക് യു. ഓക്കെ, ഇനി അടുത്തതായിട്ട് വെൽക്കം ചെയ്യാൻ പോകുന്നത് ഫാലിമി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഈ മുഖം നല്ല പരിചയം ഉണ്ടാവും. സുസന്ദീപ്, നമസ്കാരം. എനിക്ക് ഈ നാടിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം എന്റെ അച്ഛൻ ഒരു പ്രവാസി മലയാളിയാണ്. എപ്പോഴും ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ ഷാർജയില് ആദ്യമായിട്ടാണ്. അച്ഛൻ ഷാർജയിൽ വന്നിട്ടുണ്ടാവില്ല. അച്ഛൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കൊച്ചുനാൾ തൊട്ട് അച്ഛൻ ദുബായിൽ പോകുമ്പോ ഗൾഫ് എന്ന് കേൾക്കാറുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഫാമിലിക്കും ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതൊരു സ്പോർട്സ് കോമഡി സിനിമയാണ്. അപ്പൊ ഒരുപാട് ചിരിക്കാനുണ്ടാവും. ഇടി മാത്രമല്ല സിനിമയിൽ, ഒരുപാട് ചിരിക്കാനും ഫൺ മൊമെന്റ്സും ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ട്രിപ്പ് ആണോ? ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ നമ്മുടെ മലയാളികളുടെ സ്നേഹം ഔട്ട്സൈഡ് കേരള? It is amazing and I want to thank everyone who is here. You accepted our film, you accepted all of us, so thank you so much for having us here. It's very exciting. Thank you so much. Thank you. Can we have Nanda? Hi Nanda. First time ആണോ ദുബായില്? First time ആണ് ആണോ? ദുബായില്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെന്റ്, ഗൂസ് ബംസ് വരുന്നുണ്ട്. അറിയുന്നത് ഇങ്ങനെ ഇത്രയും ക്രൗഡിന്റെ ചെണ്ടോട്ടിലൊക്കെ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. Okay, so tell us character കുറിച്ചും. എന്റെ ക്യാരക്ടറിന്റെ പേര് അനുപമ എന്നാണ്. നസ്ലിന്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടാണ്. അപ്പം ഈ സിനിമയിലെ നമ്മള് ഇപ്പൊ ട്രെയിലർ കണ്ട ആൾക്കാർക്ക് തന്നെ അറിയാം, ഇതിനകത്ത് 2, 3, 4 നായികമാർ വന്നുകൊണ്ട് ആരാണ് റിയൽ ആയിട്ടുള്ള ലവ് ഇൻട്രസ്റ്റ് ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ഡയറക്ടർ ചോദിക്കാം അല്ലെ? ചോദിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ സിനിമയിൽ ഒരു പക്ഷേ നേരത്തെ നിങ്ങൾ സോങ് സീക്വൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മള് സർപ്പട്ടെ പരമ്പരയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഡാൻസിങ് റോസിന്റെ ഒരു പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് എത്ര എക്സൈറ്റിംഗ് ആയിരുന്നു. അതൊരു ലേഡി ഫോമിൽ വന്നപ്പോഴത്തേക്ക് അത് ഈവൻ മോർ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. പ്ലീസ് വെൽക്കം ദിസ് ഗേൾ Anika Ravi. That's a very good compliment to get.
ഹായ് ഷാർജ, ഹായ്. വളരെയധികം സന്തോഷം ഇവിടെ നിൽക്കുന്നതിലും ഇത്രയധികം മലയാളികളെ കാണുന്നതിലും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓക്കെ, അപ്പൊ ഇതില് ഞാനൊരു നട്ടാഷ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ബോക്സറാണ്. അത് വെറും ബോക്സർ അല്ല, ഓപ്പോസിറ്റ് നാളെ ഇടിച്ച് പപ്പടാക്കുന്ന ബോക്സറാണ്. നന്നായി ഇടി കിട്ടിയില്ല അധികം. എന്തായാലും വളരെയധികം സന്തോഷം ഇവിടെ വന്നതില്. പടം എല്ലാരും കാണണം. കാണാത്തവര് കണ്ടവർ നല്ല അഭിപ്രായമാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പറയണ അറിയിക്കണം. താങ്ക് യു. ഓക്കെ, ഒരുപക്ഷെ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ്, ജസ്റ്റ് ബിക്കോസ് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ സിനിമയിൽ വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങളായിട്ട് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം മുഖമാണ്. ഇതിന് തൊട്ട് മുമ്പ് മഞ്ഞുമൽ ബോയ്സ് പ്രൊമോഷൻ ആണ് ലാസ്റ്റ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയത്. ഇവരെ കൂട്ടത്തില് നമ്മൾ എപ്പോഴും പറയില്ലേ, ലൈക്ക് ഒരു മാസോട് കൂടി തന്നെ ഒരു ബോക്സർ നല്ല വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക്, ആൻഡ് ഐ പേഴ്സണലി ഫെൽറ്റ് ലൈക്ക് ഗണപതി അത്രയധികം ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സോ പ്ലീസ് വെൽക്കം ഗണപതി ഓൺ സ്റ്റേജ്. നമസ്കാരം. അന്നും സ്നേഹിക്കുന്നതിൽ ഒരു കുറവുമില്ല ഷാർജയ്ക്ക്. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ വർഷം മഞ്ഞുമൽ ബോയ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റി. താങ്ക് യു. ദീപകട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ലൈഫിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇത് ആക്ച്വലി എല്ലാ പ്രൊമോഷനെ പോലെയല്ല, നമ്മുടെ എല്ലാ ടീമും സാധാരണ 3-4 ആൾക്കാരൊക്കെ അതിൽ വരാറുണ്ട്. പക്ഷേ ഈച്ച് ആൻഡ് എവരി വൺ ഈസ് പ്രസന്റ് ഹിയർ. സോ ദിസ് പ്രൊമോഷൻ ഇസ് റിയലി സ്പെഷ്യൽ ഫോർ us. താങ്ക് യു ഫോർ ദ ലവ്. ഇത്രയും വർഷമായിട്ട് ഗണപതി സ്റ്റേജിൽ വന്നപ്പോഴത്തേക്ക് ഒരു വശത്ത് ആ പാട്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഗണപതി പാടില്ല. ഗണപതി പാടണോ? പാലും പഴം കൂടെ മിക്സ് ആയി ആ കാവ്യാലി വരും. താങ്ക് യു സോ മച്ച്. ഗണപതി പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി എത്ര നാളത്തെ ഹോംവർക്ക് ഉണ്ടായിരുന്നു? 6 മാസത്തെ വർക്കൗട്ട്. എല്ലാവരും 6 മാസത്തെ വർക്ക്ഔട്ട്. സോ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദാറ്റ്. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി 6 മാസം ഒരു വർക്ക്ഔട്ട് ചെയ്തിട്ടാണ്. കാരണം ഇതൊരു പുതിയ സ്പോർട്ടാണ്. ക്രിക്കറ്റും ഫുട്ബോളും പോലെയല്ല, ബോക്സിംഗ് പോലെയല്ല. അതിന്റെ സത്യം പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡ് പഠിക്കണം. ശരി ഗണപതി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഈ സിനിമയില് ഇവരൊക്കെ ബോക്സേഴ്സ് ആണ്, പക്ഷെ ഇവരൊക്കെ ബോക്സിംഗ് പഠിപ്പിക്കാൻ വേണ്ടി എത്തുന്ന ഒരാളുണ്ട്. What a character, what a change. Can we have Lukman here? ഹലോ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ലുക്കു, എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് സൗദി വെള്ളക്കയുടെ പ്രൊമോഷന്റെ സമയത്താണ് വന്നിരുന്നത്. പിന്നെ അല്ലേ തല്ലുമാലയുടെ പ്രൊമോഷന് ആ സമയത്തും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുവിധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുക്കുവിന്റെ സിനിമകളുടെ ഒക്കെ സക്സസ് സെലിബ്രേഷൻ UAE നടന്നിട്ടുണ്ട്. സോ ഫൈനലി ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയിൽ എത്തിയിരിക്കുന്നു. ടെൽ us about the character ലുക്കു. എന്താണ് ഈ സിനിമയില്, എത്ര എക്സൈറ്റിംഗ് ആയിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്? ഈ സിനിമയിലെ ക്യാരക്ടർ ആന്റണി ജോഷോ എന്നുള്ള ക്യാരക്ടറാണ്. ഇവരെ കോച്ചായിട്ട് ആണ്. അപ്പോ അല്ലെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു സിനിമയുടെ സക്സസ് അത് കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ നാട്ടിലെ റിസൾട്ട് വന്നാലും GCCയുടെ റിസൾട്ട് കൂടി എന്താവുമെന്ന് നോക്കിയിട്ടാണ്. ശരിക്കും അത് നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്യും. ഫസ്റ്റ് ഡേ റിലീസ് കഴിഞ്ഞാൽ GCCയിൽ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ സപ്പോർട്ട് ഈ സിനിമയെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഞങ്ങള് ഫുൾ കോൺഫിഡൻറ്റോടാണ് വന്നത്. കാരണം നിങ്ങളിത് സ്വീകരിച്ച് നിങ്ങളുടെ മുന്നിലോട്ട് വരികയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഇതുവരെ പോയ പ്രൊമോഷനിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ 2-3 സ്ഥലത്തായി പോകുന്നത്, പക്ഷെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്രൗഡാണ്, ഒരു സംശയമില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ മിനി കേരളം നമ്മുടെ നാട്ടിൽ വന്ന പോലെ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നേരത്തെ 5 മണിക്ക് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞങ്ങള് സത്യസന്ധമായിട്ടും മനപ്പുറം വൈകി പോയതല്ല. പക്ഷെ എനിക്കറിയാം ഒരു പ്രവാസിയുടെ സമയത്തിന്റെ വില അറിയാം. കാരണം എന്റെ വീട്ടിൽ ഒരുപാട്, എന്റെ ഉപ്പ, എന്റെ അനിയൻ, എന്റെ ഏട്ടൻ എല്ലാവരും കൂടെ ദുബൈയിലാണ്. എല്ലാവരും പ്രവാസികളാണ്. അപ്പോ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ഒരാളെ വിളിക്കാനുണ്ട്. അതെ, ഈ വ്യക്തി ആക്ച്വലി ഇതിന്റെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സ്കൂൾ കിഡ് അല്ലെങ്കിൽ മാക്സിമം ഒരു കോളേജിൽ പോകുന്നൊരു +2 ഒക്കെ പഠിച്ച ഡിഗ്രി ഫസ്റ്റ് ഇയർ. പക്ഷെ ഈ പടത്തില് 6 പാക്ക് അടിച്ചിട്ടാണ് എത്തിക്കുന്നത്. ആ 6 പാക്ക് റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് ആൾക്കാരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. Can we have എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.
ഈ എനർജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വേദിയിൽ വന്ന എല്ലാ കലാകാരന്മാരും ഗംഭീരമായിരുന്നു. അത് വലിയൊരു എന്താണ്, ഞങ്ങൾ ഭയങ്കര ക്ഷീണിച്ചു വന്ന, പക്ഷെ ഭയങ്കര എനർജിയായി ഞങ്ങൾക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു. എന്തോ 6 പാക്കാ ഇല്ലിപ്പോ അടുത്ത പടം, അടുത്ത ക്യാരക്ടർ അങ്ങനെ പോവാണ്. അപ്പൊ അത് അടുത്ത ക്യാരക്ടർ കുറച്ച് വയറുള്ള ക്യാരക്ടർ, അതിനുള്ള പ്രിപ്പറേഷൻ. അതെ അതെ അതെ, എടുക്കാം എടുത്തിട്ടേ പോവുള്ളൂ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഒരു സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് സിനിമ ഇവിടെ GCC-ലൊക്കെ നല്ല റെസ്പോൺസ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇനിയും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. കണ്ടവർക്ക് ഒന്നുകൂടി കാണാം. ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സിങ് ആയിരിക്കും ഞങ്ങളുടെ പടം. കുറെ കോമഡിയും ഇടിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. ഇഷ്ടപ്പെട്ടു, ഒരുപാട് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോ എല്ലാവരും കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ക്രൗഡ് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കാനും. ഇങ്ങനെ ഒരു വേദി താങ്ക് യു ഒരുക്കി തന്നതിന്. അതിന്റെ ലുലു, സമദുക്ക, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു നസ്ലിൻ. ഈ സിനിമ ഇവിടെ വരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അറിയാലോ, ഇതുപോലെ ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമ്മള് UAE തിയേറ്റേഴ്സിൽ എത്തിച്ച ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെ സാരഥിയായിട്ടുള്ള സമദുക്ക നമ്മളോടൊപ്പം ഇപ്പൊ സ്റ്റേജിലുണ്ട്. സമദുക്കയെ വിളിക്കാൻ നമുക്ക് സ്റ്റേജിൽ നിന്നും. സമദുക്കയെ സാധാരണ നമ്മൾ കാണുന്ന എപ്പോഴും മമ്മൂക്കാടെ കൂടെയാണ്. പക്ഷേ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ഒരുപാട് സിനിമകളും UAE-ലേക്ക് എത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ GCC-ലേക്ക് എത്തിക്കുന്നുണ്ട്. സമദുക്ക, ഹൗ ഡു യു ഫീൽ ബീയിങ് എ പാർട്ട് ഓഫ് ദിസ് മൂവി? അസ്സലാമലൈക്കും, നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ വൈകുന്നേരം 5 മണി തൊട്ടിട്ട് കാത്തുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഇച്ചിരി വൈകിപ്പോയതിന്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹമാണ്. അതിലൊരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. ട്രൂത്ത് അങ്ങനെ ഒരുപാട് സിനിമകളും ഒന്നും കൊല്ലത്തിൽ കൊണ്ടുവരുന്ന ഒരു കമ്പനിയല്ല. അപ്പം ഇങ്ങനെ ഒരു സിനിമ ചൂസ് ചെയ്തിട്ട് കൊണ്ടുവരണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള മമ്മൂക്കയാണ് ഇത് എന്നോട് ആക്ച്വലി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എല്ലാവർക്കും അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ അഡ്വൈസുകൾ ഒരുപാട് എടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് എന്നെ അഡ്വൈസ് ചെയ്തത് ഈ സിനിമ എന്തായാലും എടുക്കണം. ദിസ് ഇസ് എ യങ് ആൻഡ് എനർജറ്റിക് ടീം ആൻഡ് ഇറ്റ് വിൽ ബി ഓസം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ കണ്ടവർക്ക് അറിയാം വാട്ട് ഹസ് ഹാപ്പൻഡ്. പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ടത്, ഇന്നലെ ഞാൻ വേദിയിൽ പറഞ്ഞതാണ്, പക്ഷെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഈ നിൽക്കുന്നവരാരും, ഇവിടെയുള്ളവരാരും ഗോഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ സപ്പോർട്ടിങ്ങോ ഒന്നുമായിട്ട് വന്നവരല്ല. ഇവരെല്ലാവരും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നിട്ടുള്ളതാണ്. അതിൽ നമ്മൾ തീർച്ചയായും നമ്മൾ അഭിമാനിക്കണം. ഇനി മുന്നോട്ട് വരാനുള്ള ഒരുപാട് പേർക്കുള്ള വലിയൊരു പ്രചോദനമാണ് ഇവരെല്ലാവരും. വഴികാട്ടികളാണ്. ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ കമ്മിങ്. Thank you Samudika. Okay guys. Okay, maybe a couple of people come here as well. ഒന്നിട്ട് ആൾക്കാർ ഈ സൈഡിലൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്. This is the Punchbuster celebration from Team Alappuzha Gymkhana.